ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എഡിഫൈങ് തോട്ട്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹ വന്ദനം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. സ്പ്രിങ്സ് ഓഫ് ജനസിസ്, ഉൽപ്പത്തിയിലെ ഉറവകൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പഠന പരമ്പരയുടെ 14-ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വചന പഠന ക്ലാസ്സിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് കയീനിന്റെ യാഗത്തിൽ എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാതിരുന്നത് എന്നുള്ളതിൻ്റെതായിരിക്കുന്ന വിശദീകരണം നാം ചിന്തിച്ച് വരികയാണ്. ഇന്ന് അതിൻ്റെ 2-ാം ഭാഗമായിട്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യത്തോട് ചേർന്ന് അതിനോട് കൂടെ ചേർക്കാവുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കുന്ന ചില കാരണങ്ങൾ കൂടെ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പരമപ്രധാനമായ കാരണമാണ് നാം ചിന്തിച്ചത്. കയീൻ്റെതായിരിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്നുള്ളത് കയീനിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. യാഗത്തേക്കാൾ ഉപരിയായിട്ട് യാഗം അർപ്പിക്കുവാൻ കടന്നു വന്ന കയീനിൽ ജീവനുള്ള ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്കായി, തന്നെ ആരാധിക്കുന്നവർക്കായി കാത്തിരിക്കുന്ന ദൈവമാണ്, അവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ കേവലം ഭൗമികമായിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കടന്നു വന്ന വ്യക്തിയായിരുന്നു കയീൻ. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ കടന്നു വന്ന ഹാബേലിന്റെ യാഗം കയീനിൻ്റെതിനെക്കാട്ടിലും മേൽത്തരമാണ് എന്ന് എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതുവാൻ ഇടയായി തീർന്നത്. വീണ്ടും നാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ കയീനിന്റെ യാഗത്തിൽ ദൈവം എന്തുകൊണ്ടാണ് പ്രസാദിക്കാതിരുന്നത് എന്നുള്ളതിന് മറ്റു ചില കാരണങ്ങൾ കൂടെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം കയീനിലും അവന്റെ യാഗത്തിലും വഴിപാടിലും പ്രസാദിക്കാതിരുന്നപ്പോൾ കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. ഞാനിങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. He had no control over his emotions. അഥവാ ആംഗ്രി വിത്തൗട്ട് റീസൺസ്. തൻ്റെ വികാരങ്ങൾക്കുമേൽ ഒരു സ്വാധീനവുമില്ലാതെ, കാരണമില്ലാതെ കോപപ്പെടുന്നതായിരിക്കുന്ന വ്യക്തിയായി കയീനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നീതിമാനായ ദൈവം, ഹൃദയങ്ങളെ ആരായ്ന്ന് അറിയുന്ന ദൈവം തന്നിലും തൻ്റെ യാഗത്തിലും പ്രസാദിക്കാതിരുന്നപ്പോൾ എന്തായിരിക്കാം അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടിയിരുന്ന കയീൻ അതിന് എതിരായിട്ട്
ദൈവത്തിനും തൻ്റെ സഹോദരനായിരിക്കുന്ന ഹാബേലിനും വിരോധമായിട്ട് കോപം ഉള്ളവനായിട്ട്, കോപപ്പെടുന്നവനായിട്ട് മാറുന്ന ശോചനീയമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് അവിടുത്തെ മനോഹരമായിരിക്കുന്ന ചിന്ത നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ദൈവം നമ്മെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അതിൻ്റെ 3 അർത്ഥങ്ങൾ നാം ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ദൈവത്തിൻ്റെ ഗുണങ്ങൾ മനുഷ്യന് പകർന്ന് നൽകിയിരിക്കുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അങ്ങനെ ദൈവത്തിൻ്റെ അനേക ഗുണങ്ങൾ മനുഷ്യനിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പകർന്ന് നൽകുവാനായിട്ടിടയായി തീർന്നു. അതിനെയാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വരൂപം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട കയീൻ, എന്നാൽ ആ ദൈവീക ഗുണങ്ങൾ ഇല്ലാത്തവനായിട്ട്, അഥവാ ആ ഗുണങ്ങൾ അന്തർലീനമായിട്ട് ദൈവം നൽകിയിട്ടും അവയെ ഉപയോഗിക്കാത്തവനായിട്ട്, അവയെ തന്നിൽ വളർത്തിയെടുക്കാത്തവനായിട്ട്, പാപത്തിൻ്റെ വികാരങ്ങളെ തന്നിൽ വളർത്തിയെടുക്കുന്നതായിരിക്കുന്ന കയ്യിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഞാനിങ്ങനെ നമ്മോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, സാത്താൻ നമ്മുടെ വികാരങ്ങളെ ഉപയോഗിക്കുന്നവനാണ്. നമ്മുടെ പരാജയങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാരണം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏത് പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ദാവീദ് ബത്ശേബയ്ക്കും ബത്ശേബയുടെ ഭർത്താവായിരിക്കുന്ന ഊരിയാവിനും വിരോധമായിട്ട് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവാചകൻ വന്ന് ദാവീദിനോട് കാര്യം ധരിപ്പിച്ചപ്പോൾ, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവപ്രസാദം നേടിയ, അതിലുമുപരിയായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് ദൈവം തന്നെ സാക്ഷി നൽകിയ വ്യക്തിയായിട്ട് വളർന്നു വരുവാനായിട്ട്, മാറി വരുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ കയീനോ തൻ്റെ പാപത്തിൽ നിന്ന്, തൻ്റെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയായി മാറുവാനായിട്ടിടയായിത്തീർന്നു. ദൈവജനത്തിൽ നാം വായിക്കുന്നു, അശുദ്ധിയുള്ളവൻ തന്നെ തന്നെ അശുദ്ധനാക്കട്ടെ, വിശുദ്ധിയുള്ളവൻ വീണ്ടും വിശുദ്ധനായി തീരട്ടെ. പ്രിയമുള്ള ദൈവവചനമേ, ദൈവം നമ്മെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ പോക്കി തന്നെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ജനമാണ്. അതുകൊണ്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നാം കടക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന ഗുണഗണങ്ങൾ നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഭൗമിക ജീവിതത്തിൽ വളർത്തി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കാനിരിക്കുവാനായിട്ടുള്ള 3-ാമത്തെ കാരണം ഇവിടെ നമുക്ക് 7-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? തിന്മ ചെയ്യുന്നു എങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. He did not do well, did not do according to God's standard. ഇവിടെ കയീനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, കയീൻ ദൈവസന്നിധിയിൽ നന്മ ചെയ്തില്ല, നല്ലത് ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, ആബേൽ കയീനെക്കാട്ടിലും മേൽത്തരമായിരിക്കുന്ന യാഗം സമർപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്താണ് ആ യാഗത്തെ മേൽത്തരമാക്കിയത്? വിശ്വാസമാണ്. എന്തായിരുന്നു വിശ്വാസം?
എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ വാക്യം ഞാൻ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. ഹാബേലിന്റെ യാഗത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, കയീനിന്റേതിലും മേൽത്തരമായ യാഗം വിശ്വാസത്താൽ സമർപ്പിച്ചു. എന്തായിരുന്നു വിശ്വാസം? ദൈവസന്നിധിയിലേക്ക് പാപിയായ മനുഷ്യൻ കടന്നു വരുമ്പോൾ പാപത്തിന്റെ പാപത്തിനുള്ള പരിഹാരം ഒരു കുഞ്ഞാട്ടിന്റെ രക്തത്താൽ പ്രാപിക്കണമെന്നുള്ള ദൈവീക നിയമം. അത് മനസ്സിലാക്കുവാൻ, തനിക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ മനസ്സില്ലാത്തവനായി പോയി കയീൻ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ കയീനോട് പറഞ്ഞത്, നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? കയീന് നന്മ ചെയ്യുവാനായിട്ട്, ദൈവവചനപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. 4-ാമത്തെ കാര്യവും അതേ വാക്യത്തിൽ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ തന്നെ 4-ാമത്തെ കാര്യവും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അവിടെ എങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഇവിടെ നമുക്ക് വളരെ ശോചനീയമായിരിക്കുന്ന അവസ്ഥ കാണുവാനായിട്ട് കഴിയുകയാണ്. കയീന് പാപത്തിൻ്റെതായിരിക്കുന്ന മുകളിൽ യാതൊരു കൺട്രോളുമില്ലാത്തവനായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ പാപത്തിന് അടിമയായി തീരുന്ന കയീന്, പാപം തൻ്റെ യജമാനനായിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് ആരാധനയുമായിട്ട് വഴിപാടുമായിട്ട് കടന്നു വരുന്ന കയീൻ. റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നോക്കുക, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. പാപത്തിന്റെ ദാസന്മാർക്ക് ദൈവത്തിൽ നിന്ന് വേർപാട് ഉണ്ടാകുമെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ കടക്കുവാനായിട്ട് നമുക്ക് തരമില്ല. ഞാനിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. പാപത്തിന് ദാസന്മാരായിരുന്നു കൊണ്ട് പാപത്തിന്റെ പരിഹാരം പ്രാപിക്കാതെ ദൈവസന്നിധിയിലേക്ക് നാം എന്ത് കൊണ്ടുവന്നാലും അതിന് ദൈവസന്നിധിയിൽ യാതൊരു വിലയും ഉണ്ടാകില്ല. ദൈവം നമ്മെ നോക്കുന്നു, നാം പാപികളാണ്, പാപത്തിന്റെ പരിഹാരം ആവശ്യമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന യാഗവസ്തു എത്ര മേന്മയുള്ളതായിരുന്നാലും ദൈവത്തിന് അത് സ്വീകരിക്കുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരം, നമ്മുടെ വ്യക്തിയുടേതായിരിക്കുന്ന മാനസാന്തരം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് രാജാവ് ദൈവത്തോട് പറഞ്ഞത്, തകർന്നും നുറുങ്ങിയുമുള്ളതായിരിക്കുന്ന ഹൃദയം ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവസന്നിധിയിൽ പാപത്തിനുള്ള പരിഹാരത്തിനായിട്ട് കടന്നു വരുവാനായിട്ട്, അതുകൊണ്ട് കൃപ ലഭിക്കുവാൻ, തക്ക സമയത്ത് കരുണ ലഭിക്കുവാനായിട്ട് കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരിക. ദൈവം നമുക്ക് വഴി നൽകിയിരിക്കുകയാണ്. പാപത്തിനുള്ളതായിരിക്കുന്ന പരിഹാരത്തിനുള്ള വഴി നൽകിയിരിക്കുകയാണ്. അത് പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. 5-ാം വാക്യത്തിൽ, 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ, അപ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. സഹോദര സ്നേഹമില്ലാത്തതായിരിക്കുന്ന വ്യക്തി, സഹോദരനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തതായിരിക്കുന്ന വ്യക്തി,
അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തി ദൈവസന്നിധിയിലേക്ക് എന്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ദൈവം കയീനോട് പറയുകയാണ്, നിന്റെ സഹോദരന്റെ രക്തം നിനക്ക് വിരോധമായിട്ട് സംസാരിക്കുകയാണ്. കയീനിൽ സഹോദര സ്നേഹമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരേ ഒരു സഹോദരൻ. ഈ ഭൂമിയിൽ മുഴുവനായിട്ട് 2 സഹോദരങ്ങൾ മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഒന്ന് കയീനും തൻ്റെ അനുജനായിരിക്കുന്ന ഹാബേലും. അങ്ങനെയുള്ളതായിരിക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തം അനുജനെ കൊന്നുകളയുവാൻ തക്കവണ്ണം വക്രബുദ്ധിയുള്ളവനായിട്ട്, സഹോദര സ്നേഹമില്ലാത്തവനായിട്ട് മാറുന്നതായിരിക്കുന്ന കയീൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവനോട് പറഞ്ഞത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. പാപത്തിന്റെ അടിമയായിട്ട് സ്വന്തം സഹോദരനെ പോലും കൊന്നുകളയുവാൻ, തകർത്ത് കളയുവാൻ മനസ്സുള്ള കയീൻ. ഞാനിങ്ങനെ പറയട്ടെ, എന്തുകൊണ്ടായിരിക്കാം കയീൻ അങ്ങനെ ചെയ്തത്? ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, വലിയൊരു മത്സരമാണ്. ദൈവമേ, നീ ഇന്ന് ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു, എന്നാൽ ഇന്ന് ഞാൻ അവനെ കൊന്നുകളയുകയാണ്. ഇനി ഭൂമിയിൽ ഞാൻ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. എന്റെ വഴിപാടിൽ നിനക്ക് പ്രസാദിക്കാതിരിക്കുവാൻ തരമില്ല. ദൈവത്തിനെതിരെയുള്ളതായിരിക്കുന്ന റിബല്യൻ, ദൈവത്തിന് എതിരെയുള്ളതായിരിക്കുന്ന മത്സരം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഇത് ചെറിയ രീതിയിലെങ്കിലും കടന്നുകൂടിയിട്ടില്ലേ? എൻ്റെ സഹോദരനെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വരുവാനുള്ള പ്രയത്നം. യോഹന്നാൻ ലേഖനം 1 ലേഖനം 3 അധ്യായം അതിൻ്റെ 11, 12 വാക്യങ്ങളിൽ, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലയോ? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ. എത്ര മനോഹരമായിട്ടാണ് ദൈവവചനം ഇവിടെ നൽകിയിരിക്കുന്നത്. സഹോദരനെ പകച്ചു കൊന്നവനായിരിക്കുന്ന കയീൻ. ദൈവസന്നിധിയിൽ യാതൊരു സ്ഥാനവും അങ്ങനെയുള്ളവർക്കില്ല. കയീനിൽ ദൈവം പ്രസാദിക്കാതിരിക്കുവാൻ 5 കാരണങ്ങളാണ് നാം കണ്ടത്. എന്നാൽ കയീനെ കുറിച്ച് എനിക്കിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കയീൻ അവസാനം ഒരു നെഗറ്റീവായിട്ട് തൻ്റെ ഗുണം പറയുകയാണെങ്കിൽ, തൻ്റെ യാഗം ദൈവം പ്രസാദിച്ചില്ല എന്ന് കയീന് മനസ്സിലായി. അതുകൊണ്ടാണ് കയീൻ കോപപ്പെടുവാനായിട്ട് സഹോദരനെ കൊല്ലുവാനിടയായി തീർന്നത്. ഇന്ന് നമ്മിൽ പലരും ദൈവം നമ്മുടേതായിരിക്കുന്ന വഴിപാടിൽ ജീവിതത്തിൽ പ്രസാദിക്കുന്നുവോ ഇല്ലയോ എന്ന് പോലും അറിയാത്തവരായി ജീവിക്കുന്നു. ഈ 5 കാര്യങ്ങളെ വെച്ച് നമ്മുടേതായിരിക്കുന്ന ജീവിതത്തെ പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം എങ്ങനെയാകുന്നു? നമുക്ക് നമ്മുടേതായിരിക്കുന്ന വികാരങ്ങളുടെ മുകളിലുള്ളതായിരിക്കുന്ന ആ സ്വാധീനം എങ്ങനെയാണ്? നന്മ ചെയ്യുന്നവരാണോ? ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാണോ? പാപത്തിന്റെ മുകളിൽ വിജയം വരിക്കുന്നവരാണോ? സഹോദര സ്നേഹത്തോടെ ജീവിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മിൽ നമ്മുടേതായിരിക്കുന്ന വഴിപാടിലും പ്രസാദിക്കുവാനായിട്ടിടയായിത്തീരും. അല്ലെങ്കിൽ ശോധന ചെയ്യുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈശനാരാധന പാശങ്ങളാകെയും അഴിച്ചു തന്ന ഈശനാരാധന. സ്നേഹമേ
ഭാരം